വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു സോറി ഗൈസ്, ഞാൻ ആരും നോക്കിയിട്ട് ഹലോ ഗൈസ് ആയി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും വീഡിയോ നോക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഗൈസ് ഒരു ഫുഡിൻ്റെ വ്ളോഗാണ് ഗൈസ്. ഓക്കെ, ഇന്ന് ഞാൻ ഒരു കറി വെക്കാന്ന് വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ, അവിടെ നോക്കുന്നുണ്ട് അത് വിറക്കാറും ഞാൻ ചിന്തിക്കുന്നുള്ള ഇത്. ഇന്ന് നമ്മ ഒരു എന്ത് പറയുന്നതിന് മീൻ കറി വെക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ മീൻ കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. മീൻ കറി വെക്കണമെങ്കിൽ മീൻ മേടിക്കാൻ പോണു ഗൈസ്. ഒരു നാറി പോലത്തെ അവിടെ കുറേ നേരമായി ഞാൻ പോവാ പറയുന്നത്. 12:45 കഴിഞ്ഞ് ഗൈസ്. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഒളിയത്തെടുക്കാൻ പറ്റും. മീൻ മേടിച്ചിട്ട് വരാം. ആദ്യം എന്ത് മീൻ ഉണ്ടെന്നെല്ലാം നോക്കിയിട്ട് വരാം. ബാ ഗൈസ്, സിനിമ നടേണ്ടത് എടുക്കാൻ കഴിയില്ലാന്ന് സിനിമ നടൻ മുമ്പേ പറഞ്ഞു. ചിക്കടി എവിടെ പോന്നേ? മിമ്മി പണിക്കേ എവിടെ പോന്നെ? മിമ്മി പണിക്കേ മിമ്മി ആയി. അപ്പോൾ ഗൈസ് അത്യാവശ്യം നല്ല പൊട്ടുന്ന വെയിലായിട്ടുണ്ടായി ഗൈസ്. പോകുന്ന വഴിക്ക് ചെറുങ്ങനെ വണ്ടി ഇങ്ങനെ ചടന്ന് ആടിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ നല്ല ടീൻ്റെ പണി കിട്ടി ഗൈസ്. എന്ത് നല്ല നോക്കിക്കോ ഗൈസ്, ടിൻ്റെ പണി കിട്ടി ഗൈസ്. ഇതിൻ്റെ ടയർ പോയി. അങ്ങനെ ഞാൻ റിക്ഷയിൽ പോയി. ഒരു നേരെ ഉണ്ടാക്കിയെന്ന് വന്നത് ബൈക്കിൽ തന്നെ പോയി. എല്ലാ വണ്ടി എടുത്തിട്ട് ടീച്ചറിന് ഓനോ അതിൽ പോയി. പിന്നെ ഞാൻ മീൻ മേടിക്കാൻ പോയി. മീൻ ഞാൻ എന്ത് മേടിച്ചാണ് കൂന്തൽ മേടിച്ച്. അപ്പോൾ ഏട്ടൻ വന്ന് ഏട്ടന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനമെല്ലാം മേടിച്ചു. കുറേ മേടിക്കാനുണ്ടായിന്. ചുട്ടനവിടെ കളിക്കുന്നതിൻ്റെ മുമ്പിൽ എന്നെ നിന്നിട്ട് അട്ടം നോക്കുന്നുണ്ട്. അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തി. ആദ്യം തന്നെ ഞാൻ എടുത്ത് കഴിച്ചു ഉള്ളി എടുത്ത് 2 തക്കാളി, പച്ചമുളക് 2 പച്ചമുളക് എടുത്തിട്ട്. പച്ചമുളക് അതിന് കാലം. പിന്നെ നമ്മളെ കൊത്തമ്പാരിയും മുളകും. ഇത് ഞാൻ വറുത്തിട്ട് പൊടിക്കുന്ന, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഞാനിങ്ങനെ വറുക്കുന്നുണ്ട്. വറുക്കുന്ന കൊത്തമ്പാരിയും മുളകും ഒക്കെ ഇട്ടിട്ട് വറുത്തിട്ട് മിക്സിയിൽ കുറച്ച് തണിഞ്ഞിട്ടായിട്ടാകുമ്പോൾക്ക് നമ്മളെ മിക്സീൻ്റെ ജാറിൽ ഇടുന്നത്. പിന്നെ ഞാൻ കൂന്തൽ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, അതിൻ്റെ ഒരു കറുത്ത അതിന് പറയില്ലേ, അതിനെന്ത് പറയില്ല നിങ്ങൾക്കറിയില്ല. ഒരു കറുത്ത സംഭവം എടുക്കാനെല്ലാം ഉണ്ട്. അതിൻ്റെ ഇത് ക്ലീൻ ആക്കാൻ അതൊന്ന് വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിട്ടേ. ഞാൻ കഴിയുന്ന പോലെ ജസ്റ്റ് ആക്കിയിട്ട് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് ഇതിൽ ആഡാക്കാത്തൊന്നുമില്ല. അപ്പോൾ മുറിച്ചിട്ട് നല്ല പങ്കല അതിൻ്റെ മീത്തുള്ള കറുപ്പെല്ലാം എടുത്തിട്ട് ചാടിയിട്ട് 4-5 കഷ്ണം ചെറിയ കഷ്ണമാക്കിയാൽ ഞാൻ കഷ്ണമാക്കിയിട്ടായിട്ട് ഞാൻ എല്ലാം അത്യാവശ്യം ഞാൻ നല്ല പങ്ങല ഞോണ്ടി കവിട്ടായിട്ട് ബണല മീൻസ് ചീഞ്ചട്ടി, നിങ്ങളെ ചീഞ്ചട്ടി ബണല എല്ലാം പറയും. ഗ്യാസ് കത്തിച്ച് എണ്ണ ഒഴിച്ച് പാം ഓയിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു ചൂടാകാൻ വെക്കുന്നില്ല. കുറച്ച് നേരം ചൂടാകുമ്പോഴത്തെ ഗൈസ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആയിക്കോ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ആക്കി ഭയങ്കര ഉപകാരമായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ എന്താക്കിയിരുന്നു, നമ്മൾ ഉള്ളി എടുത്തിട്ട് ഞാൻ കള ഉള്ളി ആദ്യം നീരുള്ളി ഇട്ട്. ഉള്ളി മീൻസ് നീരുള്ളിയാണ് ഞങ്ങൾ ഉള്ളി എന്ന് പറയുന്നത്. ഉള്ളിക്ക് ഒരു 2 അതിൻ്റെ ഇടയിൽ ആദ്യം എന്തെല്ലോ പറയുന്നുണ്ട് ഗൈസ്. ഓൻ്റെ കയ്യും കാലും പിടിച്ചിട്ടാണ് കഴിച്ച് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുള്ളത്. ആ ഒരു ഓർമ്മ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഓക്കെ, ഓനെ കുറേ കാലം പിടിച്ച് വരുന്നേയില്ല. ടി വിയിൽ പ്രദർശനമായിട്ടുണ്ടായി, ടി വിയിൽ മുങ്ങിയിട്ടുണ്ടായി. പിന്നെ നല്ല പങ്കലം ഇളക്കി യോജിപ്പിക്കുന്നു. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കുന്നുണ്ടാവും കുറേ ദിവസം എൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം ഇല്ലാത്ത. കുറേ ദിവസമായി ഗൈസ് വീഡിയോസ് ഒന്നും ഇടാത്ത. ഞാൻ പെൻഡിങ് ആണ് വീഡിയോസ് ഇടുമ്പോൾക്ക്. എനിക്ക് കണ്ടിന്യൂ വീഡിയോ പോസ്റ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ കഴിയുന്നില്ല ഗൈസ്. കഴിയുന്ന പോലെ ഞാൻ ട്രൈ பண்ணுறேன். ഓക്കെ, അപ്പോൾ മാത്തിരയില്ല സോറി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ പോസ്റ്റ് മാത്തത്തുള്ളെന്തോ എൻ്റെ തുളുവെല്ലാം മറന്ന് പണ്ടാരം കെട്ടി ഗൈസ് എല്ലാം പോച്ച്. അങ്ങനെ നമ്മൾ നീരുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഇളക്കുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട് പോകുന്നിടത്തുനിന്ന് എന്താ ചിങ്ങി വെച്ച് വീഡിയോ ഇടാത്ത എൻ്റെ അമ്മ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. അപ്പം ഞാൻ കഴിഞ്ഞ പോലെ അഡ്ജസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഷോർട്സ് എല്ലാം ഇടുന്നുണ്ട്. നോക്കാം ചിന്നു പാപ്പു തന്നെ ഇൻസ്റ്റ ഇല്ലാത്തവർ യൂട്യൂബിൽ തന്നെ നോക്കായിടുമ്പോൾ. അങ്ങനെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡാക്കി കുറച്ച് ഉപ്പിട്ടിട്ടായിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. വലിയ കൂന്തൽ മേടിച്ചെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞ തരും. ചെറിയ കൂന്തലിനാണ് പണി ജാസ്തി. ഓക്കെ,
നമ്മളെ സാൾട്ട് എന്ത് വേണമെങ്കിലും പറയാം, അത് ഞാൻ കുറച്ചിടുന്നുണ്ട്. കുറച്ചെന്നെങ്കിൽ ആ ഒരു കറിക്ക് പാകത്തിന് വേണ്ടിയിട്ട് പിന്നെ വേണമെങ്കിൽ ആഡ് ആക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ആഡാക്കി കൊടുത്തിന് കയ്യിലപ്പോൾ. എന്നിട്ടായിട്ട് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച മിക്സിയിൽ കൊത്തമ്പാരിയും മുളകും ഇടിമുളക് വറുത്തിട്ട് പൊടിച്ച് വെച്ചത് ഞാൻ അതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറേ പുളി ഇടണ്ട, കുറച്ചിട്ടാൽ മതി, നോക്കിയിട്ടിടുക. പുളി ഓവറായിപ്പോയെങ്കിൽ ഒന്നരപ്പാടാവും. അപ്പോൾ കുറച്ച് പുളി നോക്കിയിട്ട് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇടുക. ഞാൻ അതിലുള്ളതെല്ലാം കൊട്ടിയിട്ട് ഇടുന്നുണ്ട് മുളക്. അപ്പോൾ ഇങ്ങനെ ഞാൻ മുളക് പൊടിച്ചിട്ട് വെക്കുന്ന ഫസ്റ്റായിട്ടില്ല, മുളക് പൊടി ഇടില്ല. അപ്പോൾ ഒരു ചെറിയ കയ്പ്പ് വരുന്നത് മുളക് പൊടി ഇടുമ്പോൾ. പിന്നെ ഞാൻ പുളീൻ്റെ വെള്ളം ആഡാക്കുന്നുണ്ടാക്കുക, കുറച്ചും കൂടി ആഡാക്കിയിട്ട് നല്ല പാങ്ങല ഇനി ഒരിക്കൽ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് തിളക്കുന്ന വെള്ളം ഇതാക്കിയിട്ട് ഒരു ചളവളാന്ന ആ ഒരു മീഡിയത്തിലേക്ക് വരുമ്പോഴേക്ക് ഞാൻ ആഡാക്കാം പുളീൻ്റെ വെള്ളം. നിങ്ങൾ അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഓവറാക്കാൻ കഴിയില്ല, പുളി ഓവറാക്കിയെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, പുളി തന്നെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കൂന്തൽ, നിങ്ങൾ എത്ര കൂന്തൽ മുറിച്ച് വെച്ചിട്ട് അത്ര കൂന്തലിടാം. ഞാൻ മുറിച്ച് വെച്ച കൂന്തലെല്ലാം എടുത്ത് കഴിച്ചു, എല്ലാം ഒന്നാകെ ഇട്ട് ചാട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെയായിട്ട് ഞാനല്ല കൈസ് ഇളക്കി കൊടുക്കുന്നുള്ളത്, അബിയാണ് ഈ കൂന്തൽ ഇളക്കുന്നുള്ളത്. അതിൻ്റെ ഇതെല്ലാം കാണുന്നുണ്ട്. വീഡിയോ ഫുള്ള് ഷെയ്ക്കായിട്ട് ഒന്നര പടയും ഇവന് കിഴങ്ങ് ഒന്നൊരു നേരെ കൂന്തൽ ഇളക്കാനല്ല കണ്ട അതിൻ്റെ ഇടയിൽ കയ്യിലിട്ടിട്ട് ഒന്നര പാടാക്കി വെച്ച് ഗായ്സ്. അപ്പോൾ ഗായ്സ് എല്ലാവരും എന്താ പറയുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടുണ്ട്. നിങ്ങൾ നോക്കുന്ന അനുസരിച്ചിട്ടായിട്ടുണ്ടാവും എൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം വരുന്ന, എല്ലാവരും സപ്പോർട്ടാക്കാം. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് മീൻസ് ഇപ്പോൾ സപ്പോർട്ടുണ്ട്, ഒരു 9K 10K ആ ഒരു വ്യൂവിൽ പോകുന്നുണ്ട്. അതേപോലെ പോട്ട് ഗൈസ് എല്ലാവരും നോക്കാം. അതിൻ്റെ ആയിട്ടൊരു ഒരു 10 മിനിറ്റ് അത്ര 10-15 മിനിറ്റ് തിളക്കാൻ വെക്കാം. നല്ലൊരു ഇങ്ങനെ നീറ്റാക്കിയിട്ട് കൊടുക്കുക, അടിക്ക് പിടിക്കാതെ നോക്കുക. ഇത് പാനായതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കില്ല, വേറെ ഏതെങ്കിലും ചട്ടിയിൽ വെച്ചാൽ അടിക്കെല്ലാം പിടിക്കും. അപ്പോൾ അടിക്ക് പിടിക്കാതെ നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിലൊക്കെ ചെറിയൊരു പണിയുണ്ട് ഗൈസ്, എന്താ അറിയോ, തേങ്ങ ചിരണ്ടാണ് ഗൈസ്. തേങ്ങേൻ്റെ പണിയുണ്ട്. സോറി ഗൈസ്, തേങ്ങ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതുണ്ടായി ചിരണ്ടിയിട്ട്. അപ്പോൾ വെള്ളുള്ളി ഇതാക്കണം, അപ്പോൾ നല്ല അങ്ങനെ മൂടിയിട്ട് വെച്ച് ഞാൻ കുറച്ച് നേരം. പിന്നെ തിളക്കുന്ന ഒരു സീനൊക്കെ ഇത്. പിന്നെ ഞാൻ തേങ്ങയും വെള്ളുള്ളിയും കുത്തി വെച്ചിട്ടുണ്ടതിന്, അത് ഇട്ടു അതിലേക്ക് നമ്മളെ കൂന്തലിലേക്ക് അത് ആഡാക്കിന് ഞാൻ. വെള്ളുള്ളി നല്ല ടേസ്റ്റ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടം വെള്ളുള്ളി ഇട്ടൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ജാസ്തി തന്നെ ഇട്ടിന് വെള്ളുള്ളിയല്ലോ. ഓക്കെ, നല്ല മണമല്ലോ ഗൈസ്, എനിക്ക് നല്ല മണക്കുന്നത്. ഞാൻ പ്രത്യേകം പറഞ്ഞു ഗൈസ്, ഞാനെല്ലാം ഇതാക്കുന്നുള്ള നല്ല മണം ഉണ്ടായിന്. പിന്നെ ഏകദേശം ഈ ഒരു ലുക്കിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്, അത്യാവശ്യം നല്ല മജ ഉണ്ടായിന് തിന്നാൻ. ഞാൻ അതിൻ്റെ ലാസ്റ്റ് കരിയാമ്പ് ചപ്പലും കൂടി ഇട്ടിനാകെ, കരിയാമ്പ് ചപ്പല കിരിവിപ്പിള. ഓക്കെ, അപ്പോൾ ഗായ്സ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ ഗൈസ്. ഇനി ഞാൻ വോയിസ് കൊടുക്കുന്നത് എന്തെന്ന് പറഞ്ഞെങ്കിൽ കോപ്പി റൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് ലാസ്റ്റത്തിന് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ടാറ്റാ.